അടിമത്തത്തിന് രണ്ട് തലമുണ്ട്. ഒന്നതിന്റെ വ്യക്തി തലമാണ്, മറ്റൊന്നതിന്റെ സാമൂഹികവും രാഷ്ട്രീയവും സമ്പദ് വ്യവസ്ഥ സ്വഭാവവുമുള്ള അതിന്റെ സ്ട്രക്ചറലായിട്ടുള്ള ഘടനാപരമായ തലമാണ്. വ്യക്തി തലത്തിൽ ഇസ്ലാം അടിമത്തം നിരോധിച്ചു. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അടിമയാക്കരുത്. അന്ന് അടിമയാക്കിയിരുന്നു, നിർബാധം അടിമയാക്കിയിരുന്നു. അന്ന് മാത്രമല്ല, ഇസ്ലാമിന് ശേഷം വളരെ അടുത്ത കാലം വരെ, ഒരു 18-ാം നൂറ്റാണ്ട് വരെയൊക്കെ സ്ലൈവ് ട്രൈഡ്, അറ്റ്ലാന്റിക് സ്ലൈവ് ട്രൈഡ് എന്നതൊക്കെ ചരിത്രത്തിൽ അറിയപ്പെട്ട കാര്യങ്ങളാണ്. ആഫ്രിക്കയിൽ പോകുന്നു, അടിമകള് സ്വതന്ത്രരായ മനുഷ്യരെ പിടിച്ചുകൊണ്ടുവരുന്നു, എന്നിട്ട് അടിമക്കമ്പോളത്തിൽ വിൽക്കുന്നു. ഇതിന്റെ വലിയ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇത് തെറ്റാണ്. ഇത് തെറ്റാണെന്ന് ഇന്ന് പറയുന്ന പോലെയല്ല. അത് വളരെ നോർമലായി കണ്ടിരുന്നു. അതിലൊരു കുഴപ്പവുമില്ല. ഞാൻ ഒരാളോട് പണം കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ അയാളുടെ അടിമയാകും. ഇതൊക്കെ ഇന്ന് പറയുമ്പോൾ നമുക്ക് കൗതുകങ്ങളാണ്, അല്ലെങ്കിൽ വലിയ തെറ്റായ കാര്യങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നവയാണ്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്, നമുക്കത് വളരെ നോർമലാണ്. വേറെ ഒരു കാലത്ത് നിന്ന് ആലോചിച്ചാൽ എന്ത് അബദ്ധമാണ്, എന്ത് അക്രമമാണ് ഈ മനുഷ്യർ ചെയ്തത് എന്ന് മറ്റൊരു കാലത്ത് മറ്റൊരു സമൂഹം അതിനെക്കുറിച്ച് ചിന്തിക്കും. അങ്ങനെ അവർ വളരെ നോർമലായി കണ്ടിരുന്ന, സാധാരണവും സ്വാഭാവികവുമായി കണ്ടിരുന്ന കാര്യമാണ് കടം കൊടുത്തിട്ട് പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ, അയാൾക്ക് തരാൻ കഴിയുന്നില്ല എങ്കിൽ അയാളുടെ അടിമയാവുക എന്നത്. ഇത്തരം എല്ലാ ഏർപ്പാടും ഇസ്ലാം അവസാനിപ്പിച്ചു. അത് ഇസ്ലാമായിട്ട് അവസാനിപ്പിച്ചതാണ്. അറേബ്യയിൽ അത് നിലവിലുണ്ട്, പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. വ്യക്തിയോട് ചെയ്യുന്നത്, അത് സ്വതന്ത്രനെ അടിമയാക്കുക എന്നതാണ്. അടിമത്തം ഇസ്ലാമിലെ ഹലാലാണോ ഹറാമാണോ എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഇസ്ലാമിലെ അടിമത്തം ഹറാമാണ്. ഒരു വ്യക്തി, ഒരു സ്വതന്ത്രനായ വ്യക്തിയെ അടിമയാക്കുക എന്ന അർത്ഥത്തിൽ അത് ഹറാമാണ്.